ഞാൻ ലവ് മാരേജിനൊക്കെ ഞാൻ അത്ര കണ്ട് അനുകൂലമുള്ള ആളല്ല. ചില പെട്ടുപോയാൽ ഞാൻ അവരെ സംരക്ഷിക്കുകയും ചെയ്യും. പക്ഷെ എന്നാലും ഇതിനകത്ത് വരുന്നൊരു വിഷയം, ഈ അഫയർ ലെവലിൽ ദൈവം ഒരു കക്ഷിയല്ല. അതാണ് പ്രശ്നം. ദൈവം ഒരു കക്ഷിയല്ല. ഇവരാണെങ്കിലും വേറെ ഒരു സങ്കല്പ ലോകത്താണ് ജീവിക്കുന്നത്. നമുക്ക് ആ സങ്കല്പത്തിലും ദൈവമൊന്നുമില്ല. അവരുടെ ഇനി ദൈവം വേണമെങ്കിൽ അവരുടെ കാര്യം നടത്തി കൊടുത്താൽ മാത്രമേ ദൈവത്തിന് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു വല്ലാത്തൊരു മോഹവലയത്തിൽ ചെന്ന് ആൾക്കാർ ചെന്ന് ചാടും. ഈ ആൾക്കാരെ നമ്മൾ സഹായിക്കാൻ പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പം നമുക്കറിയാമല്ലോ, പൾസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഡോക്ടർ പറയും മരുന്ന് കയറണില്ലല്ലോ, മരുന്ന് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, മെഡിസിൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഡോക്ടർ MBBS MD FRCP എന്നൊക്കെ പറഞ്ഞാലും പേഷ്യൻ്റ് മരുന്ന് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡോക്ടറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ സാധനം ഊരി മേശപ്പുറത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അതാണ് എൻ്റെ വിഷയം. അപ്പം അപ്പം ഡോക്ടറിന് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പേഴ്സൺ, വ്യക്തി. അതുകൊണ്ട് ഞാനെപ്പോഴും ഈ പേഴ്സണെ നോക്കത്തുള്ളൂ. എന്താ കാര്യം? പേഴ്സൺ ദൈവത്തിൻ്റെ കൃപ ആർജിക്കാൻ റെഡിയാണെന്ന് നോക്കും. എനിക്കത് പറ്റത്തില്ല, ഈ ജന്മത്തിൽ ഇവളെ കൊണ്ട് കർത്താവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നെങ്കിൽ ഞാൻ ചാപ്റ്റർ ക്ലോസ് ചെയ്തിട്ട് എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ചെയ്യത്തില്ല, ഞാൻ വിഡ്രോ ചെയ്ത് കളയും. ഇല്ല, നമുക്കത് വർക്കൗട്ട് ചെയ്താൽ കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ പിന്നെ എൻ്റെ ചീട്ട് കൊടുത്തു വിടും. നിങ്ങൾ ഇനി ഇടിച്ചു തല്ലി അവിടെ പോയി നിൽക്കേണ്ട, ഈ ചീട്ടിൽ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഈ 15 ദിവസം കഴിയുമ്പോൾ കാണാമെന്ന് പറയും. കാര്യം എനിക്ക് ഹോപ്പുണ്ടാ, ഇപ്പോഴെങ്കിലും നാളെ ദൈവമായിട്ട് പ്രവർത്തിച്ച് ഇയാളെ ടേക്കപ്പ് ചെയ്യാൻ പറ്റുമെന്നറിയാം. അല്ലെങ്കിൽ അല്ലാത്ത ചീട്ട് മേടിച്ചിട്ട് ആൾക്കനുസരിച്ച് വിടും. അല്ലാത്തവർക്ക് പിന്നെ 3 മാസം കഴിഞ്ഞല്ലേ പിന്നെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വിഷയമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം. ഇവർ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഞാൻ പറയും, ഇവൻ പ്രാർത്ഥിച്ച പറയും, കല്യാണം എന്നടി, കല്യാണം പറ്റുന്ന ചെറുക്കൻ വട്ടണ കേട്ടാ എന്ന് പറഞ്ഞു. എൻ്റെ ദൈവമേ, ചെറുക്കൻ വട്ടാളെന്ന്. അപ്പം എനിക്ക് കർത്താവ് കാണിച്ചു തരുന്നത് വട്ടാളെന്ന്. ഒരു സന്ധ്യയപ്പോൾ ആൾക്കാർ ഒരു 10-20 പേരിൻ്റെ മേടക്കരി വന്ന്, അച്ഛ കാശെല്ലാം കൊടുത്ത് ശ്രീധനം പോയി, ഇപ്പം അച്ഛൻ വട്ടാണെന്ന് പറഞ്ഞാൽ ഞങ്ങളെവിടെ പോകാനാണ്? ഞാൻ പറഞ്ഞു, മക്കൾ ചാടതൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. നിങ്ങൾ ആരാ അന്വേഷിക്കാൻ പോയത്? മിക്സർ അടിക്കാൻ പോയതാണ്, അന്വേഷിക്കാൻ പോയതാണോ? ഈ അന്വേഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്തിറങ്ങണവനൊക്കെ വെറുതെയാണ്. അതിന് ആളെ ഒപ്പിക്കാൻ പോയി. അങ്കിളല്ലേ, ചിറ്റപ്പനല്ലേ, അമ്മായിയല്ലേ, അമ്മായിനെ വിളിച്ചില്ല, പിന്നെ കല്യാണത്തിന് വരത്തില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ വെറുതെ കെട്ടിയെടുത്ത് തന്നെയാണ്. അല്ലാതെ അത് പലരും അന്വേഷിക്കുന്നുണ്ടാ? ഒരു മനുഷ്യനും അന്വേഷിക്കില്ല. അതിൻ്റെ വേറെ പെട്ടോ അന്വേഷിക്കണ്ടേ? അതിനെല്ലാം ഉത്തരവാദിത്തപ്പെട്ടല്ലേ ഇവരെ വിടണത് നമ്മളെ. ചെന്നപ്പോഴെന്താണ്, പക്ക വട്ടാണ്. ഇപ്പം കുഴപ്പമില്ല, പക്ഷെ വട്ട ഏ സമയത്തും വരുമെന്ന് പറഞ്ഞു. അതാണ് അവസാനം. പിന്നെ ആ കാശെല്ലാം തിരിച്ച് മേടിച്ച് ആ സാധനം അതായത് ചില സമയത്ത് അത് അറേഞ്ച്ഡ് മാരേജ്. ഇത് പ്രണയ വിവാഹമാണെങ്കിൽ ഞാൻ വട്ടാണെന്ന് പറഞ്ഞാൽ അവൾ പറയും അച്ഛനെയാണ് വട്ടെന്ന് പറയും. അതാണ് വിഷയം. ഇതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. അവർ മാറത്തില്ല, അത് മാറത്തില്ല. അവിടെ എന്ത് പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല. അതാണ് അതിൻ്റെ അകത്തൊരു കുഴപ്പം. അതുകൊണ്ട് ഈ കേസൊന്നും ഞാൻ എടുക്കത്തില്ല. ദൈവത്തിന് സ്പേസ് ഇല്ല, ഞാനെന്തിനാണ് ഇത് 40 വർഷമായി ഇപ്പം സംഭവിച്ചിട്ടാണ് നടക്കുന്നത്. പരമാവധി എല്ലായിടത്തും ഇതിട്ടാണ് നടക്കുന്നത്. എന്താ കാര്യം, ഞാൻ അച്ഛനാണെന്നുള്ളത് ഞാൻ തന്നെ അംഗീകരിച്ച് മറ്റുള്ളവരെ കൊണ്ടും അംഗീകരിപ്പിച്ച് നടക്കുക. എന്താണ്, ഇതൊരു ശുശ്രൂഷ ജീവിതമാണ്. ആ തുണിയില്ലാതെ കുറിച്ച് കിടക്കണവന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ജീവിത സമർപ്പണമാണത്. എനിക്ക് നല്ല അഭിമാനമുണ്ട്. അപ്പം അവന് ഇതുകൊണ്ട് പ്രയോജനമില്ലെങ്കിൽ വൈ ഷുഡ് ഐ വേസ്റ്റ് മൈ ടൈം? അവനിതുകൊണ്ട് പ്രയോജനമില്ല. ഞാൻ മനുഷ്യന്മാരെ നോക്കത്തില്ല, കർത്താവിന് ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് ഞാൻ നോക്കൂ. അതാണല്ലോ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നതിൻ്റെ കാരണം. ഇത് ഒരു ബയലാട്ടർ ആയിട്ടുള്ള ഒരു ദൈവമായിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മുടേത്, എല്ലാവരുടേതും. എൻ്റേത് മാത്രമല്ല, എല്ലാവരുടെയും ജീവിതം അങ്ങനെയാണെന്ന് ദൈവത്തിന് തോന്നണം. ഇപ്പം തഹസിൽദാറിൻ്റെ അവസ്ഥ മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, തഹസിൽദാറെ സാറൊരു പണി ചെയ്യും,
കർത്താവ് വിശേഷ വിദ്യയായി എന്താണ് ചെയ്യണമെന്നല്ല ചോദിച്ചിരിക്കണത്. ഇനിയിപ്പോൾ സമയമുണ്ടല്ല. പണ്ടല്ലേ നിങ്ങൾ 8 മണിക്ക് പോയി ഓഫീസിലിരിക്കുന്ന പാർട്ടിയാണ്. 10 മണിക്കാണ് ഓഫീസെങ്കിൽ 9 മണിക്ക് മനുഷ്യൻ അവിടെ ഉണ്ടാവും. ആ ഉള്ള ചോറും ചോറ്റുപാത്രത്തിലെടുത്ത് ഉള്ള തോരനും എടുത്ത് അവിടെ പോയി ഇരിക്കുകയും വേറെ 5 പൈസ ചായക്ക് പോലും 5 പൈസ ആർക്കും കൊടുക്കത്തില്ല. അല്ല, പുള്ളി കഴിക്കത്തില്ല. പുള്ളി അത്ര ഒതുങ്ങിയ ജീവിതമാണ്. ഇപ്പോൾ എല്ലാം പൊട്ടിപ്പാളിഷായി. ഞാൻ പറഞ്ഞു, ഇനിയൊരു പണി ചെയ്യും, നിങ്ങൾ തന്നെ ധ്യാനത്തിൽ പോയിരിക്കുക. എവിടെയെങ്കിലും ഒരു ധ്യാനം കണ്ടുപിടിച്ച് പോയിരിക്കുക. ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് വരാം. ഒരാഴ്ച ധ്യാനം കഴിഞ്ഞ് വന്ന് പിന്നെ പുള്ളി ഒരു പണിയും കണ്ടുപിടിച്ച് എന്താണ്, പിന്നെ പുള്ളി എല്ലാ ശനിയാഴ്ചയും ആ ധ്യാനകേന്ദ്രത്തിലേക്ക് ആൾക്കാരെ കൊണ്ടുപോകാൻ തുടങ്ങി. അന്ന് കൃപാസനമൊന്നും ഇവിടെ ഇല്ല. ഈ സ്ഥലം നമുക്ക് കിട്ടുന്നത് 97-ലാണ്. ഇത് 96-ലയോ 95-ലയോ വിഷയമാണ്. അപ്പോൾ ഈ മനുഷ്യൻ എക്സ്ട്രാ വർക്ക് ചെയ്യാൻ തുടങ്ങി. എക്സ്ട്രാ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഈ പ്രാർത്ഥിക്കണ പോലല്ല. ദൈവം ആ പ്രാർത്ഥിക്കുന്ന ചില കാര്യത്തിൽ നമ്മൾ ഈ കപ്പലണ്ടിയും കശുവണ്ടിയും പോലെ ചൊള്ളായിരിക്കും. നമ്മളൊരു 100 സ്വർഗസ്ഥനായി ചെല്ലുക, മിക്കവാറും 90 ചൊള്ളായിരിക്കും. നമ്മൾ ചെല്ലണതൊന്നും ശ്രദ്ധയില്ലാതെ ചെല്ലണതും പിന്നെ ആ പറയുന്നതൊന്നും നമ്മൾ വിശ്വസിക്കണില്ലെന്ന് ദൈവത്തിന് നല്ലോണം അറിയാം. ഈ പറയണ കാര്യമൊന്നും നമ്മൾ വിശ്വസിക്കണില്ല എന്നുള്ളത് ദൈവത്തിന് അറിയാം. ചൊള്ളു പ്രാർത്ഥനയാണ് കയറ്റി വിടണത്. അതുകൊണ്ട് നല്ല ശരിക്കും റിജക്ഷൻ ഉണ്ട് അതിൻ്റെ സ്ഥാനം. പക്ഷേ ഈ പ്രവർത്തനം വന്നാൽ അതിൻ്റെ അകത്ത് ചൊള്ളില്ല. ഈ മനുഷ്യൻ ചെയ്യുന്ന മൊത്തം സത്യമാണല്ല. കുറേ മനുഷ്യർ ഈ മനുഷ്യൻ വഴി രക്ഷപ്പെടാൻ തുടങ്ങി. കുറേ കുടുംബങ്ങൾ സമാധാനത്തിൽ വന്ന്, കുറേ പുള്ളിക്ക് ആസ്തിയായി, ദൈവതിരുസന്നിധി പിടിപാടായി. കർത്താവ് ഹൈക്കോടതിയെ കൊണ്ട് സ്വന്തമായിട്ട് ഈ മനുഷ്യനെതിരെ അന്വേഷണം വെപ്പിച്ചു. അതാണ് രസം. ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയ വക്കീൽ പറഞ്ഞു, ഹൈക്കോടതിയിൽ ഇങ്ങനെ സെല്ലുണ്ട്, ആ സെല്ലോട് ബന്ധപ്പെട്ട 5 പൈസ മുടക്കാതെ അന്വേഷണം വരും. അന്വേഷണ റിസൾട്ട് വന്നപ്പോൾ ഈ മനുഷ്യൻ കുറ്റക്കാരനുമല്ല, മുൻകാല പ്രാബല്യത്തോടെ ശമ്പളവും കിട്ടി, അരിയറിൻ DAയും എല്ലാ സാധനവും കിട്ടി, തിരിച്ചു കിട്ടി, കർത്താവിനെയും കിട്ടി. അതാണ് വിഷയം. കർത്താവ് ഇത്തിരി കമ്മിയായിരുന്നല്ലോ ഇങ്ങേരുടെ ജീവിതത്തിൽ. ഇപ്പം കിട്ടിയപ്പോഴുണ്ട്, എല്ലാം കൂടി കിട്ടി. പക്ഷെ എപ്പോഴും നമ്മൾ ഓർക്കണം, തണൽ മരങ്ങൾ ഒത്തിരി യോനാ പ്രവാചകനെ പോലെ തളമരത്തിൻ്റെ അടിയിരുന്ന് സൂഹിക്കരുത്. വെട്ടപ്പെടാനും കിട്ടും. തളമരം എന്ന് പറഞ്ഞ് വെട്ടപ്പെടാനുള്ള സാധനമാണ്. നിങ്ങൾ അമിതമായി തണൽ മരങ്ങളെ ആശ്രയിക്കരുത്. ബൈബിൾ നമുക്ക് നൽകുന്നൊരു പാഠമാണ്. അന്ന് ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ഞാൻ നിന്നെ കണ്ടെത്തിയെന്നാണ് പറയണത്. കാര്യം നീ സത്യസന്ധ. ഇപ്പം ഈ തഹസിൽദാർ ജീവിതത്തിൽ അദ്ദേഹം സത്യസന്ധനായിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യനെ ഈ ശൂന്യത ഓരിയിടുന്ന സ്ഥലത്ത് ദൈവം കണ്ടെത്തിയത്. ഈ സത്യസന്ധതയും തട്ടിപ്പൊന്നുമില്ല, ആ വൃത്തിമനയൊന്നും ഇല്ലാണ്ട് ജീവിക്കണമെങ്കിൽ ആ ആളെ ലീവ് ചെയ്താൽ ദൈവത്തിന് പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് ഏറ്റവും പിടിച്ചു നിൽക്കുന്നവരെന്ന് പറയുന്നത്, ദൈവതിരുസന്നിധി പിടിച്ചു നിൽക്കാൻ നല്ല ശരിക്കും പാടാണ്. ശ്രദ്ധയോടെ പിടിച്ചു നിൽക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് അത് ഇപ്പം എന്താ നമുക്ക് പറ്റിയിരിക്കണത്, എനിക്ക് നിങ്ങൾ പലക്കും ആൾക്കാർക്ക് പറ്റിയിരിക്കുന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറയും. കർത്താവ് ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ മുഴുവൻ ഈ ക്ഷമ വെച്ചാണ് ആൾക്കാർ നശിച്ചിരിക്കുന്നത്. എന്തുമാത്രം ആൾക്കാരെ ഞാൻ കൗൺസിൽ ചെയ്യാനാണ്. ഈ ആൾക്കാരെല്ലാം നശിച്ചിരിക്കണത് എന്താണ്? ദൈവം ക്ഷമിച്ചോളൂ എന്നാണ്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ഞാനൊരു 21 ലക്ഷത്തോളം ആൾക്കാരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വരെ ആരോടും ക്ഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. ദൈവം ക്ഷമിച്ചോളൂ എന്ന് പറഞ്ഞ്, പക്ഷെ അതേസമയം തന്നെ ഫലത്തിൽ അവരവർ ചെയ്യുന്ന വിഷയങ്ങൾ തെറ്റ് ചെയ്യുന്നവൻ ശിക്ഷ മേടിക്കും. ആ കാര്യത്തിൽ മുഖം നോട്ടമില്ല. കൊളോസിയൻസിൻ്റെ 3:25 അപ്പോൾ ഈ ഒരു വചനം മാത്രം കേട്ടുകൊണ്ട് നമ്മൾ അവിശുദ്ധമായ ജീവിതത്തിന് ലൈസൻസ് ആണെന്ന് വിചാരിക്കരുത്. ഉടമ്പടി നിങ്ങളെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കാൻ വേണ്ടി, അതുവഴി നിങ്ങളുടെ എല്ലാ നിത്യത വരെ നിങ്ങളെ നിലനിർത്താൻ വേണ്ടി ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതിയാണ്. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ജൂഡിത്ത്. ഞാൻ കൊല്ലം ജില്ലയിൽ ചവറ കോവിൽത്തോട്ടം ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2024 സെപ്റ്റംബർ 24-ാം തീയതിയാണ്.
ഞാൻ എൻ്റെ കുഞ്ഞമ്മ വഴിയാണ് ഈ കൃപാസനത്തെ പറ്റി അറിഞ്ഞത്. എന്നോട് പറഞ്ഞു അവിടെ പോയി നമ്മൾ പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത മാതാവ് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ തരുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എപ്പോഴും തൊണ്ടയിൽ വേദനയും ഫുഡ് കഴിക്കുമ്പോൾ അസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ വലത്തെ സൈഡിലായിട്ട് ഒരു സിസ്റ്റ് കാണുന്നുണ്ട്, അത് ബയോപ്സി ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാകെ പേടിയായി. ബയോപ്സിയൊക്കെ ചെയ്യുന്നെന്ന് കേൾക്കുമ്പോഴത്തേക്കും അതിനി വേറെ എന്തെങ്കിലും അസുഖമാണോ എന്നൊക്കെ ആലോചിച്ച് എനിക്ക് ഒത്തിരി പേടിയായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവ് എനിക്ക് ബയോപ്സിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ ഉള്ള റിസൾട്ട് തരണം, ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ ബയോപ്സിക്ക് കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ റിസൾട്ട് കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ബയോപ്സിയിൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞു. എന്നെ കിടത്തി എൻ്റെ തൊണ്ട ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് വലത് സൈഡിലായിട്ട് ഉണ്ടെന്ന് പറഞ്ഞ മുഴ പോലും അപ്പോൾ അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേർച്ച വസ്തുക്കൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം എപ്പോഴും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. വീട്ടിലും എല്ലാവർക്കും നെറ്റിയിൽ കുരിശ് വരച്ച് കൊടുക്കുമായിരുന്നു. ഉപ്പും തേനും ഒക്കെ ഞാൻ എന്നും കഴിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നി. എൻ്റെ മുഴ പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മാതാവ് നിസ്സാരമല്ല എന്നുള്ളൊരു തോന്നൽ വന്നു. മാതാവ് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിച്ചു തരുമെന്ന്. ഞാൻ അന്ന് അത്ര വലിയ ആത്മാർത്ഥമായിട്ടൊന്നും അല്ല പ്രാർത്ഥിച്ചത്, ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പം മാതാവ് എന്നെ അത്രയും സഹായിച്ചെങ്കിൽ ഞാനൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ എന്തുമാത്രം മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിച്ചു. അങ്ങനെ എനിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നവും അന്നേരം ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞു. ഇനി ഒരു മെഡിസിനും കഴിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞാനും അമ്മയും ഡോക്ടറോട് ഇങ്ങനെ ചോദിച്ചു, ഇനി മെഡിസിനൊന്നും കഴിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് യാതൊരു കുഴപ്പവും ഇല്ല, നിങ്ങൾ അതുകൊണ്ട് ഒരു മെഡിസിനും കഴിക്കണ്ട എന്ന് പറഞ്ഞു. എൻ്റെ തൈറോയിഡ് വരെ അപ്രതീക്ഷിതമായിട്ട് പോയി. അങ്ങനെ എനിക്ക് വലിയൊരു അത്ഭുതം മാതാവ് അന്ന് എനിക്ക് കാണിച്ചു തന്നത്. പിന്നെ അതിനുശേഷം എനിക്ക് സ്വന്തമായിട്ടൊരു വീടില്ലായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കും. എന്നും ഞാൻ മാതാവിനോട് എല്ലാ ദിവസവും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പഠിക്കുമ്പോഴും സായാഹ്ന പ്രാർത്ഥന പഠിക്കുമ്പോഴും ഒക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എനിക്കൊരു ഭവനം സ്വന്തമായിട്ട് തരണം മാതാവേ, എനിക്ക് അതിനുള്ള വഴി മാതാവ് കാണിച്ചു തരണം എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് വിദേശത്തേക്ക് പോകാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരിക്കലും ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കി, എനിക്കത് നടന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ തന്നെ എനിക്കൊരു സ്ഥലം കാണിച്ചു തരണം, എവിടെയാണ് ഞാൻ സുരക്ഷിതയായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന സ്ഥലം അതെനിക്ക് അമ്മ തന്നെ കാണിച്ചു തരണമെന്നും പറഞ്ഞ് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ മാതാവിലേക്ക് ഒത്തിരി അടുത്തു. ഞാൻ ആദ്യമൊന്നും അങ്ങനെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലല്ലായിരുന്നു. എനിക്ക് പള്ളിയിലൊക്കെ പോകാൻ മടിയൊക്കെ ആയിരുന്നു. മാതാവിനോട് പ്രാർത്ഥിച്ച് എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒത്തിരി മാറി. എനിക്ക് എപ്പോഴും എന്ത് കാര്യമുണ്ടെങ്കിലും മാതാവിനോട് ആദ്യം പറയണമെന്നുള്ളൊരു തോന്നലായിരുന്നു. കാരണം എനിക്ക് ഒരാളോട് പറയുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടി ഒരുപാട് ആശ്വാസം മാതാവിനോട് പറയുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഞാൻ മാതാവിനോട് എപ്പോഴും പരാതി പോലെയും സങ്കടം പോലെയും ഒരു അമ്മയോട് പറയുന്ന പോലെയൊക്കെയാണ് പറയുന്നത്. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വീട്ടിലെപ്പോഴും ഞാൻ ഫുഡിലൊക്കെ അപ്പം ഉപ്പൊക്കെ ഇടാറുണ്ട്, അങ്ങനെ എല്ലാവർക്കും കൊടുക്കും. അങ്ങനെ എനിക്കറിയാവുന്നവർക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ഞാൻ പോയി പ്രാർത്ഥിച്ച് തൈലം തൊട്ട് കൊടുക്കുകയും ഉപ്പും തേനും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പം ഞാൻ ഭയങ്കര വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കത് പെട്ടെന്ന് മാറുന്നുണ്ട്. അപ്പം അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു, അപ്പം എല്ലാവരും എന്നോട് പറഞ്ഞു ആർക്ക് എന്ത് അസുഖം വന്നാലും എന്നെ വിളിക്കും, നീ വന്ന് പ്രാർത്ഥിക്കും, നീ പ്രാർത്ഥിച്ചാൽ മാറും എന്നൊക്കെ പറയും. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ അനുഗ്രഹം, അത് മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും രോഗസൗഖ്യം കിട്ടുന്നതെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് എനിക്ക് വിദേശത്തേക്ക് പോകുന്ന കാര്യം ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അങ്ങനെയാണ് എനിക്ക് ഇസ്രയേൽ എന്നുള്ളൊരു രാജ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഞാൻ അവിടെ മാതാവിൻ്റെ അടുത്ത് അനുവാദമൊക്കെ ചോദിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി അവിടെ പോകാനായിട്ടുള്ള പേപ്പർ വർക്കിന് കൊടുത്തു. അപ്പം ഞാൻ ആ സമയത്തായിരുന്നു മാതാവിൻ്റെ അഖണ്ഡ ജപമാല റാലി ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ വന്നു അഖണ്ഡ ജപമാല റാലി പങ്കെടുത്തു, മാതാവിനോട് പ്രാർത്ഥിച്ചു.
അതേ മാസം തന്നെ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, പാസ്സായി. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വിദേശത്തേക്ക് പോകാനുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഞാൻ ഫസ്റ്റ് പാസ്സായപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നീട് ഞാൻ പേപ്പർ വർക്കൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ പല സർട്ടിഫിക്കറ്റിലും പേരൻസിൻ്റെ നെയിമൊക്കെ വ്യത്യാസപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു, ബർത്ത് സർട്ടിഫിക്കറ്റിലൊക്കെ. അങ്ങനെ അതൊക്കെ ക്ലിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് ഒരു വഴിയും ഇല്ല. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച്, അങ്ങനെ പപ്പ പഠിച്ച സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്ററിൻ്റെ സൈൻ വേണമായിരുന്നു. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി, എനിക്ക് അതും കിട്ടി. എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ പപ്പയുടെ പേര് തിരുത്താൻ പറ്റി. അങ്ങനെ പേപ്പർ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടന്നു. നോർമലി ഒരാൾക്ക് നടക്കുന്നതിനെക്കാട്ടി വളരെ ഫാസ്റ്റായിട്ടാണ് എൻ്റെ പേപ്പർ വർക്ക് നടന്നത്. ഞങ്ങൾ 7 പേരായിട്ടായിരുന്നു പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 7 പേർക്കും വളരെ ഫാസ്റ്റായിട്ട് പേപ്പർ വർക്കൊക്കെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ബഹ്റൈനിൽ 1 വർഷത്തോളം ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രയേൽ പോകണമെന്നുണ്ടെങ്കിൽ ബഹ്റൈൻ PCC വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ബഹ്റൈനിൽ തന്നെയുള്ളൊരു ഏജൻസിക്ക് അപ്ലൈ ചെയ്ത് 1.5 മാസത്തോളം വെയിറ്റ് ചെയ്തിരുന്നിട്ടും എനിക്കത് കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ നാട്ടിലുള്ളൊരു ഏജൻസി വരെ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മുംബൈയിൽ പോകാനുള്ള ഡേറ്റ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പോവും. അപ്പം എനിക്ക് ഈ PCC കിട്ടാതെ ഞാൻ മുംബൈയിൽ പോയിട്ട് യാതൊരു കാര്യവും ഇല്ല. അപ്പം ഞാൻ ഭയങ്കരമായിട്ട് വേദനിച്ചു. എൻ്റെ മനസ്സ് വേദനിച്ചു. ഞാൻ മാതാവിനോട് ഒറ്റയ്ക്ക് റൂമിൽ പോയിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവ് എൻ്റെ കൂടെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എല്ലാവരും പോകുമ്പോൾ ഞാൻ മാത്രം ഇവിടെ ഒറ്റയ്ക്കായി പോകും, അതുകൊണ്ട് എനിക്കും പോകണം, അതുകൊണ്ട് എൻ്റെ PCC എനിക്ക് എത്രയും പെട്ടെന്ന് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് ഞാൻ കണ്ണുനീരൊഴുക്കി തന്നെ പ്രാർത്ഥിച്ച് അടുത്ത ദിവസം തന്നെ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ PCC റെഡി ആയിട്ടുണ്ട്, നീയും ബാക്കിയുള്ളവരുടെ കൂടെ കയറിക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഞാനങ്ങ് മരവിച്ചൊരവസ്ഥയായിപ്പോയി. കാരണം ഞാൻ മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പെട്ടെന്ന് തന്നെ എനിക്ക് തന്നില്ലേ, അധികം വൈകിപ്പിച്ചില്ല. ഞാൻ അമ്മയോട് പറയും, സഞ്ചാരി അമ്മ, എപ്പോഴും സഞ്ചരിച്ചു പോയി എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ അമ്മ പെട്ടെന്നാക്കി തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ PCC കയ്യിൽ കിട്ടി. ഞാൻ ബാക്കി ഉള്ളവരുടെ കൂടെ ഞങ്ങൾ മുംബൈയിൽ പോയി അവിടെ ഞങ്ങൾ സ്റ്റേ ചെയ്തിരുന്ന റൂമിൻ്റെ അടുത്ത് തന്നെ കൃപാസന മാതാവിൻ്റെ ഒരു ചാപ്പലുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ പോകുമ്പോൾ എനിക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കുമോ എന്നൊക്കെ ആലോചിച്ച് ഒരു വിഷമം ഉണ്ടായിരുന്നു. എന്തോ എനിക്ക് അടുത്ത് തന്നെ മാതാവിൻ്റെ രൂപമുള്ള ഒരു ചാപ്പൽ കിട്ടി. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള 3 പേര് ഉടമ്പടി എടുത്തിട്ടുള്ളവരായിരുന്നു. അപ്പോൾ എനിക്ക് അതൊക്കെ ആയപ്പോൾ ഭയങ്കര സന്തോഷമായി. ഞങ്ങൾ ഒരുമിച്ച് പോയിരുന്ന മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും. രാവിലെ 5:30 എണ്ണീറ്റ് പ്രാർത്ഥിക്കും, വൈകിട്ട് പോയിരുന്ന് മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കണ്ട് ഞങ്ങളുടെ കൂടെയുള്ള അക്രൈസ്തവരായിട്ടുള്ളവരും ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനപ്പോൾ മാതാവ് എനിക്ക് തന്ന അനുഗ്രഹങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവർക്കും ഭയങ്കര വിശ്വാസമായി. അപ്പോൾ അവർ എൻ്റെ അടുത്ത് വന്നിരുന്ന് പ്രാർത്ഥിക്കും, എന്നോട് ചോദിച്ച് തൈലം മേടിക്കും, ഉപ്പ് വേണമെന്ന് പറയും, അങ്ങനെയൊക്കെ എൻ്റെ അടുത്തുനിന്ന് മേടിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് വന്നിരുന്ന മാതാവിൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ മെഡിക്കലിൻ്റെ ഡേറ്റ് വന്നു, മെഡിക്കൽ എടുത്തു. ഞാൻ മെഡിക്കലിന് പോകുന്നതിന് മുന്നേ അമ്മയോട് പ്രാർത്ഥിച്ച് അനുവാദം വാങ്ങിച്ച് എല്ലാവർക്കും, ഞാനുൾപ്പെടെ എല്ലാവർക്കും നെറ്റിയിൽ തൈലം കൊണ്ട് കുരിശ് വരച്ചു കൊടുത്തു, ഉപ്പും തേനും കൊടുത്തു ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ മെഡിക്കൽ എടുക്കാൻ പോകുന്നത്. മെഡിക്കൽ എടുത്തു, ആർക്കും ഒരു കുഴപ്പമില്ലാതെ എല്ലാവരും മെഡിക്കൽ പാസ്സായി. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് എംബസി ഇൻ്റർവ്യൂവിന് ഡേറ്റ് കിട്ടണമായിരുന്നു. അപ്പോൾ ഡേറ്റ് കിട്ടാതെ ഞങ്ങൾ ഇങ്ങ് വിഷമിച്ചിരുന്നു. അപ്പോൾ വിഷമിച്ചിരുന്നപ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയുമായിരുന്നു, മാതാവ് എന്താ ഞങ്ങൾക്ക് ഡേറ്റ് തരാത്തെ, എന്തെങ്കിലും പ്രാർത്ഥനയിൽ എന്തെങ്കിലും മുടക്കം വന്നോ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഫെബ്രുവരി 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്, എനിക്കതിന് ഗിഫ്റ്റായിട്ട് ഞങ്ങൾക്ക് എംബസി ഡേറ്റ് തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഫെബ്രുവരി 9-ാം തീയതി ഞങ്ങളുടെ എംബസി ഇൻ്റർവ്യൂ ആണെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരു ദിവസം മുന്നേ മാതാവ് എനിക്ക് ആ ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാവരും പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് വൈകിട്ട് ഞങ്ങളിൽ 4 പേർക്ക് തന്നെ വിസ സ്റ്റാമ്പ് ചെയ്തു. ഞങ്ങൾ 3 പേർക്ക് സ്റ്റാമ്പ് ചെയ്തില്ല. അപ്പം ഒരു ചെറിയൊരു വിഷമം തോന്നി. എന്നാലും ഞാൻ പറഞ്ഞു, സാരമില്ല, ഇത്രയൊക്കെ ചെയ്ത് തന്ന മാതാവ് അതും തരും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിശ്വാസത്തോടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു.
തിരിച്ച് ഞാൻ 12-ാം തീയതിയാണ് നാട്ടിൽ വന്ന് എത്തുന്നത്. 11-ാം തീയതി നാട്ടിലെത്തി. എത്തിക്കഴിഞ്ഞ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്നെ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, എന്നെ സബ്മിറ്റ് ചെയ്ത പേപ്പറിൽ ഒരു പേപ്പർ മിസ്റ്റേക്ക് ഉണ്ട്, അത് ഞാൻ വീണ്ടും സബ്മിറ്റ് ചെയ്യണം, അല്ലാതെ എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞു. എനിക്ക് എന്ത് പറയണമെന്നറിയാം. ഞാൻ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. കാരണം ഞാൻ സ്റ്റാമ്പിങ്ങിൻ്റെ ലാസ്റ്റ് ഘട്ടം വരെ എത്തിയിട്ട് ആ ഒരു നിമിഷത്തിൽ ഇങ്ങനെ സ്റ്റാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് കരഞ്ഞു. ഞാൻ എൻ്റെ മനസ്സ് ഫുള്ളും അസ്വസ്ഥമായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നത്? നീ മാതാവിൻ്റെ മോളല്ലേ, നീ മാതാവിനോട് ചോദിക്കും, മാതാവ് നീ ചോദിച്ചതെല്ലാം തന്നിട്ടുണ്ടല്ലോ, പിന്നെ നീ എന്തിനാ വിഷമിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കും, നീ മാതാവിനോട് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് മനസ്സിനൊരു ധൈര്യം തോന്നി. ഞാൻ 12-ാം തീയതി രാത്രി, അന്ന് മുതൽ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ അന്ന് രാത്രി മുഴുവൻ ഉണർന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ അമ്മയോട് വാശി പിടിക്കുന്ന പോലെ ഞാൻ മാതാവിൻ്റെ അടുത്ത് വാശി പിടിച്ച് പറഞ്ഞു, അമ്മ, മാതാവ് എനിക്ക് മാത്രം സ്റ്റാമ്പ് ചെയ്ത് തരാത്തത് എന്താ? ഞാൻ അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുന്നതല്ലേ, എന്തെങ്കിലും കുറവുകൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് മാപ്പ് താ, ഞാൻ ഇനി അമ്മയോട് ചേർന്ന് എൻ്റെ അമ്മയുടെ മോളായിട്ട് ജീവിച്ചോളാന്ന് പറഞ്ഞ് ഞാൻ അമ്മയടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ കുറേ നേരം ഇരുന്ന് ബൈബിള് വായിക്കുമ്പോഴൊക്കെ എനിക്ക് ആശ്വാസം കിട്ടുന്ന വചനങ്ങളായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ അമ്മയുടെ രൂപത്തിലോട്ട് നോക്കിയിട്ട് പറഞ്ഞു, അമ്മ എനിക്കിത് തരണം. അമ്മ സഞ്ചാരി മാതാവ് ഇപ്പം തന്നെ പോയി എംബസിയിൽ നിന്ന് എൻ്റെ പാസ്പോർട്ട് എടുത്ത് സ്റ്റാമ്പ് ചെയ്യുന്നിടത്ത് കൊണ്ട് വെക്കണം. എനിക്ക് നാളെ എനിക്ക് സന്തോഷ വാർത്ത തരണം. എനിക്ക് സന്തോഷം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് കേൾക്കുന്നതാണ്. എനിക്ക് അത് തന്നെ വേണം, എനിക്ക് ആ സന്തോഷം തന്നെ വേണം. അമ്മ പോയേ പറ്റത്തുള്ളൂ, എനിക്കിത് ചെയ്ത് തരണം. ഞാൻ ഇനി ഡേറ്റ് ഇടത്തില്ല, എനിക്ക് നാളെ തന്നെ വേണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇനി എനിക്ക് ഡേറ്റ് നീട്ടിക്കൊണ്ട് പോകാനില്ല, എനിക്ക് നാളെ തന്നെ വേണം. എനിക്ക് ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ തന്നെ എനിക്ക് ഒരുമിച്ച് ഇവിടുന്ന് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഒത്തിരി നേരം മാതാവിനോട് കരഞ്ഞ് വാശി പിടിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വെഞ്ചരിച്ച നേർച്ച വസ്തുവിൽ ഉപ്പെടുത്ത് ഞാൻ എൻ്റെ ഫോണിൽ കുരിശ് വരച്ചിട്ട് ഞാൻ എൻ്റെ ഫോണെടുത്ത് എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നോക്കി. അപ്പോഴും എംബസിയിൽ തന്നെയാണെന്നാണ് കണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, സാരമില്ല, സമയമുണ്ടല്ലോ, ഞാൻ നാളത്തേക്കല്ലേ ചോദിച്ചത്, അന്നേരത്തേക്ക് എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി. അമ്മയായിട്ടൊക്കെ ഇരുന്ന് സംസാരിച്ചു. വീണ്ടും റൂമിൽ കിടക്കാൻ കയറിയപ്പോഴും ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിച്ചു. ഏകദേശം ഞാൻ വെളുപ്പിനൊരു 4 മണിയോളമായി ഉറങ്ങിയപ്പോൾ. അത്രയും നേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാനും അമ്മയും കൂടി ഈ പേപ്പറിന് വേണ്ടിയിട്ടുള്ള കാര്യത്തിന് പോയി. അത് നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഏജൻസിയിൽ ഒരു മെസ്സേജ് അയച്ചു. എനിക്ക് ഈ ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്യാൻ എത്ര ദിവസം സമയമുണ്ടെന്ന് ചോദിച്ചപ്പം അവരെനിക്ക് റിപ്ലൈ തന്നു, ഇനി ആ ഡോക്യുമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്തു എന്നും പറഞ്ഞിട്ട് എനിക്കെൻ്റെ വിസ അവർ ഇട്ട് തന്നു. എനിക്കപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ. ഞാൻ എൻ്റെ അമ്മയും കൂടി പൊട്ടിക്കരഞ്ഞു അന്നേരം. കാരണം ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി കിടന്ന് ഓടിയിട്ടുണ്ടായിരുന്നു, കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവസാന നിമിഷം പോകുമെന്ന് ആലോചിച്ച് ഒത്തിരി വേദനയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാനും അമ്മയും കൂടി നടു റോട്ടിൽ നിന്ന് കരഞ്ഞു. അവിടുന്ന് അതിൻ്റെ തൊട്ട് പിറകെ തന്നെ ടിക്കറ്റ് വിട്ടു തന്നു. 25-ാം തീയതിയാണ് എനിക്ക് ഡേറ്റ് വന്നിരിക്കുന്നത്. 25-ാം തീയതി ഞാൻ ഇവിടുന്ന് പോവുകയാണ്, എൻ്റെ സ്വപ്നഭൂമിയിലേക്ക് പോവുകയാണ്. എൻ്റെ മാതാവ് എന്നെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ് അങ്ങോട്ടേക്ക്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ച് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കൊടുക്കാറുണ്ടായിരുന്നു. അവിടെയുള്ള രോഗികളെ പോയി കാണുകയും അവർക്ക് ഞാൻ ആശ്വാസവാക്ക് പറഞ്ഞു കൊടുക്കുകയും മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് തൈലം കൊണ്ട് നെറ്റിയിൽ കുരിശ് വരച്ചു കൊടുത്ത് നേർച്ച വസ്തുക്കൾ കൊടുത്തൊക്കെ ഞാൻ അവരുടെ അടുത്ത് ഒത്തിരി നേരം സംസാരിക്കാറുണ്ടായിരുന്നു. പിന്നെ വഴിയോരങ്ങളിലൊക്കെ കാണുന്ന പാവപ്പെട്ടവർക്ക് ഞാൻ എന്നാലാവുന്ന രീതിയിൽ ഫുഡ് വാങ്ങി കൊടുക്കുകയും എന്തെങ്കിലും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കി പൊതിച്ചോറാക്കി വഴിയോരങ്ങളിൽ ഇരിക്കുന്നവർക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ എനിക്ക് ഈ ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ ആദ്യം വെച്ച നിയോഗം എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മീയമായിട്ട് വളരണമെന്നായിരുന്നു. അതെനിക്ക്
സാധിച്ചു. കാരണം ഈശോ എന്താണ്, അമ്മ എന്താണെന്നൊന്നും എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു. ഇപ്പം എൻ്റെ അമ്മ എന്താണെന്നും ഈശോ എന്താണെന്നും ഞാൻ വളരെ അധികം അറിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഇനി എനിക്ക് ഇതിൽ കൂടുതലൊരു സമ്മാനം ഇനി മാതാവ് തരാനില്ല. അതുകൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. അതുകൊണ്ട് ഞാനിത് ഈ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് തീർത്താ തീരാത്ത കൊടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്.